ഹലോ എവരി വൺ. ഇപ്പോൾ ഫാമിലി ആയിട്ട് നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയാലോ? രാവിലെ 6:30 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ പിള്ളേരെ പെറുക്കി വണ്ടിയിലിട്ട് ഞങ്ങൾ യാത്ര തിരിക്കുവാണ്. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ പ്രോപ്പർ പ്ലാനൊന്നുമില്ല. വാഗമൺ റൂട്ട് പിടിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നേ വേറൊരു ഡെസ്റ്റിനേഷൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. എന്താവും, എങ്ങനെയാണ്, അവിടുത്തെ വഴി കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ എല്ലാവരും കൂടെ കുടിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡെസ്റ്റിനേഷൻ, ഉളുപ്പുണി ഹിൽ വ്യൂ ആണ്. ഒരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ വഴി മാപ്പിലൊക്കെ ഇട്ടാണ് കയറി വന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് വഴിയൊന്നും അറിഞ്ഞുകൂടായിരുന്നു. മാപ്പ് നോക്കിയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയപ്പോൾ വെർത്താണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സ്ഥലമായിരിക്കും, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും. വലിയ വീഡിയോസോ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താവുമെന്ന് വലിയ ധാരണയൊന്നും ഇല്ലാണ്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇവിടെ വരെ എത്തും വരെ ഒരു ടെൻഷനായിരുന്നു. എത്തിയപ്പോൾ നമുക്ക് എൻ്റെ പൊന്നോ, സൂപ്പർ സ്ഥലം. പക്ഷേ നമ്മൾ എത്തിയത് കുറച്ച് വൈകിപ്പോയി. ഞങ്ങൾ 6:30 അവിടെ നിന്ന് തിരിച്ചിട്ട് ഒരു 8:15 അടുപ്പിച്ചാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഈ സമയത്തല്ല ശരിക്കും വരേണ്ടത്. ഒരു 7-7:30 വരുവാണെങ്കിൽ കുറച്ചുകൂടി കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഈ സീസണും അത്ര ശരിയല്ല. കുറച്ചുകൂടി മഞ്ഞുള്ള സീസണാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ അവിടെ വേറെ ഒറ്റ മനുഷ്യരില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ മൂലമറ്റം റൂട്ട് കൂടിയാണ് വന്നത്. അപ്പോൾ ആദ്യത്തെ വഴിയൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇത് അടുക്കാറായപ്പോഴത്തേക്ക് മേളിലേക്ക് നല്ല ടോപ്പ് ഹില്ലിലേക്ക് കയറണം. ഞങ്ങൾ ഇന്നോവയിലാണ് വന്നത്. വണ്ടി കയറുന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനായിരുന്നു. ഒരു മനുഷ്യനും ഇല്ല, മാഞ്ചാടി ഇല്ലാത്തൊരു സ്ഥലമാണ്. ആരെയും കാണുന്നില്ല. ചെറിയ നാരോ ആയിട്ടുള്ള വഴിയാണ്. വലിയ ഹെയർ പിൻസാണ്. വേറൊരു വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ എന്ത് ചെയ്യുന്നറിയില്ല. ഒന്ന് വഴി തെറ്റിയാൽ തിരിക്കണമെങ്കിൽ സ്ഥലമില്ല. പിന്നെ പോണ വഴിക്കൊക്കെ നമ്മൾ കാണുന്ന മൂലമറ്റം പവർ സ്റ്റേഷൻ്റെ KSEBയുടെ ഓഫീസും അവരുടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കൊരു ടെൻഷനായി, ഇനി അങ്ങോട്ടൊക്കെ നമുക്ക് പോവാമോ, അങ്ങോട്ടൊക്കെ അലൗഡായിട്ടുള്ള സ്ഥലമാണോ, ഇങ്ങനെ സ്ഥലമുണ്ടോ, ഇത് ആൾക്കാരങ്ങനെ പോയതായിട്ട് ഒരുപാട് വീഡിയോസൊന്നും കാണുന്നില്ല. എന്താവും എന്ന് വെച്ച് ടെൻഷനിലാണ് വന്നത്. ഇവിടെ വരെ എത്തിയിട്ട് തിരിച്ചു പോകേണ്ടി വരുമെന്ന്. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ സൂപ്പർ സ്ഥലമാണ്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ ഉണ്ട്. ചുറ്റും നമുക്ക് കണ്ണെത്താ ദൂരത്തോളം മെഡോസാണ്. ഇങ്ങനെ അടിപൊളി പച്ചപ്പാണ്. കണ്ണിന് കുളിർമയേകുന്ന നല്ല മെഡോസാണ്. പച്ചപ്പരവതാനി വിരിച്ച പോലെ സൂപ്പറായിട്ടുള്ള സ്ഥലമാണ്. അവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. നമുക്ക് വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അവിടുന്ന് കുറേ തേയിലത്തോട്ടമൊക്കെ ഉണ്ട് കുറച്ച് ഏരിയയിലായിട്ട്. അവിടുന്ന് പിന്നെ ഞങ്ങൾ പതുക്കെ മൂവ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ ഹിൽ വ്യൂ മാത്രമല്ല, അവിടെ വേറെ എന്തൊക്കെയൊക്കെയോ കാണാനൊക്കെ ഉണ്ട്. എന്തോ വാട്ടർഫോളോട്ടാണല്ലോ ഏതാണ്ടൊക്കെ. പക്ഷേ അവിടെ ഒന്നും ഞങ്ങൾ നിന്നില്ല. പിന്നെ അവിടെ നിന്ന് മുന്നോട്ടുള്ള വഴി കുറച്ച് ഓഫ് റോഡായിരുന്നു. അന്നേരം ഒരു ചേട്ടനെ കണ്ടു. അവിടെ വരുന്ന വഴിക്കൊന്നും വേറെ ഒറ്റ മനുഷ്യരെ കണ്ടില്ലായിരുന്നു. കുറച്ച് പശുക്കളെ കണ്ടായിരുന്നു. പശുക്കളെ നോക്കുന്ന ഒരു ചേച്ചിയെ കണ്ടായിരുന്നു. ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അതല്ലാതെ വേറെ ആൾക്കാരെ ഒന്നും കണ്ടിരുന്നില്ലായിരുന്നു അദ്ദേഹം ചോദിക്കാൻ. ഇപ്പം ഞങ്ങൾ അവിടുന്ന് മുന്നോട്ട് പോയപ്പോൾ ഒരു ചേട്ടനെ കണ്ടു. ആ ചേട്ടനോട് ഈ വഴി നേരെ പോയാൽ എങ്ങോട്ട് എത്തുമെന്ന് ചോദിച്ചപ്പോൾ ഒരു നല്ല റോഡിലേക്ക് തന്നെ എത്തുക. കുറച്ച് ചെറിയൊരു ഓഫ് റോഡ് പോലെയാണ്. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല റോഡെത്തും. ഇതിൽ കൂടെ തന്നെ നേരെ വാഗമൺ പോവാം എന്ന് പുള്ളി പറഞ്ഞു. പുള്ളി എവിടെയോ കടയിൽ പോയിട്ട് വരികയാണ്. ഒരു കവർ നിറച്ചും ബിസ്ക്കറ്റാണ്. അപ്പോൾ ആ ഭാഗത്തൊന്നും വേറെ കടകളോ വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. 1-2 വീടുകൾ മാത്രം നമുക്ക് കാണാം വന്ന വഴിക്ക്. അപ്പോൾ ഇവരൊക്കെ ആ വീട്ടിലേക്കായിരിക്കും ഇത്ര ദൂരം നടന്നു പോയി കടയിൽ നിന്നൊക്കെ ഒരാഴ്ചത്തേക്കുള്ള ബിസ്ക്കറ്റ് പാക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വരുമെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വണ്ടി കുറച്ചൊന്ന് ഒതുക്കി, കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ, നിരപ്പായ റോഡ് കിട്ടിയപ്പോൾ, എന്നിട്ട് നമ്മൾ കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, രാവിലത്തേക്കുള്ള ഫുഡ്. അപ്പം നമ്മളത് കഴിക്കാൻ ഓർത്തിട്ട് നിർത്തിയേക്കാണ്. ഇവനാണെങ്കിൽ ഇവിടെയൊക്കെ ഓടി നടക്കുകയാണ്. പിടിച്ചാൽ കിട്ടില്ല. അവന് നിലത്തിറങ്ങി നടക്കണം. പിന്നെ അമ്മയും ചേച്ചിക്കൊണ്ട് ഈ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഈ വണ്ടി ഒതുക്കിയിട്ടിട്ട് അവിടെ നിന്ന് കഴിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അങ്ങോട്ട് മുന്നിലേക്ക് കിടക്കുന്ന വഴിയും ബാക്കിലേക്ക് കിടക്കുന്ന വഴിയൊക്കെ. ഈ വഴി കൂടെ വേണം നമുക്ക് പോകാനായിട്ട്. അവിടെ നിന്ന് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2-3 ജീപ്പ് പോകണ കണ്ടു. ജീപ്പ് ഒന്നില്ലെങ്കിൽ വാഗമണിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ട് ഇങ്ങോട്ട് ഓഫ് റോഡ് വരുന്നതായിരിക്കും. 2-3 പേര് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതാണെന്ന് തോന്നുന്നു. അവിടെ നിന്നപ്പോൾ തങ്കമ്മ എന്ന് പറഞ്ഞൊരു ചേച്ചിയെ കണ്ടു. ഈ കാർ ഇട്ടേക്കുന്ന വഴിയുടെ നേരെ എൻഡിലാണ് അവരുടെ വീട്. അച്ഛനും ചേട്ടനും അങ്ങോട്ട് നടന്നു പോയി നോക്കിയപ്പോൾ ആ വീട് കണ്ടിരുന്നു. ഒരു ടെറസിട്ട വീടാണ്. 1 ഏക്കറോളം സ്ഥലം അവർക്കുണ്ട്. അവർക്ക് കൃഷിയാണ്. അവർക്ക് ഉളുപ്പിന് ടൗണിൽ പോകണം എന്തെങ്കിലും മേടിക്കാനൊക്കെ. അവർ പള്ളിയിൽ പോയിട്ട് വരികയാണ് മീനൊക്കെ മേടിച്ച്. അവർക്കിതൊന്നും വലിയ ദൂരമോ കാര്യങ്ങളോ ഒന്നുമല്ല. അവർ നടന്നാണ് പോണേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ സ്ഥലത്തേക്ക് ഒത്തിരി ടൂറിസ്റ്റുകൾ വരാറുണ്ടെന്നാണ് അവർ പറയണത്. ഇപ്പം ആരും കണ്ടില്ല നമ്മൾ, പക്ഷെ ഒത്തിരി പേര് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവരുടെ മെയിൻ കൃഷിയാണ് അവിടുത്തെ കാര്യങ്ങൾ. ഏലം, കാപ്പി, അതൊക്കെയാണ്. തേയില, അങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. പിന്നെ അവർക്കിതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആന ഇറങ്ങുന്ന സ്ഥലമൊന്നുമല്ല. കാട്ടുപന്നി വരാറുണ്ടെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഞങ്ങൾ പൈൻ വാലി ഡെസ്റ്റിനേഷൻ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം നേരെ പൈൻ വാലിക്ക് പോകാമെന്ന് ഓർത്തു. കാറിലിരുന്ന പിള്ളേർ അവരുടേതായ ബഹളങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, അവർ നല്ല എൻജോയ് ചെയ്ത് പോവുകയാണ്. പിന്നെ പോണ വഴിക്കും നമുക്കിതുപോലെ നിറയെ കണ്ണെത്താ ദൂരത്തോളം ഹിൽസൊക്കെ കാണാം. തേയിലത്തോട്ടങ്ങൾ കാണാം. നല്ല രസമാണ് കേട്ടോ. നല്ല വ്യൂ ആണ്. നമുക്ക് ഒരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്.
നമ്മുടെ ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒരു ദിവസം ഇങ്ങനെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. പക്ഷേ അതിരാവിലെ വരുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല രസമായിരിക്കും. നേരെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൻ്റെ അങ്ങോട്ട് എത്തി. അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട്. വലിയ ആൾക്കാർക്ക് 30ഉം ചെറിയ കുട്ടികൾക്ക് 15ഉം ആണെന്ന് തോന്നണം. പൈൻ വാലിയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ തിരക്കായിരുന്നു ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ. അപ്പോൾ ഇതൊന്നും ഒരു തിരക്കല്ല എന്ന് ഞങ്ങൾക്ക് അന്നേരം ഫീൽ ചെയ്തു. നിറച്ച് തിരക്കായിരുന്നു ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ. പക്ഷെ നല്ലൊരു അടിപൊളിയായിരുന്നു പൈൻ വാലി. എന്താ പറയുക, അത് പോകേണ്ടത് തന്നെയാണ്. അവിടെ പോയി നല്ല രസമാണ്. നിറച്ച് മരങ്ങൾ, വെയിലില്ല, തണലാണ്. മരങ്ങൾക്കിടയിലൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. അവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. കപ്പിൾസിനൊക്കെ ആയിട്ടായാലും ഫോട്ടോ എടുത്ത് അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടമായി. പിള്ളേർക്കും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. കാര്യം ഇങ്ങനെ മേളിലേക്ക് വലിഞ്ഞു കയറാം, സൂക്ഷിച്ചിറങ്ങണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കാലൊക്കെ സ്ലിപ്പാവും. നിറച്ചും മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, പിന്നെ വെയിലില്ല, ചൂടില്ല, അതൊക്കെ ആയിരുന്നു ഒരു കാര്യം. നല്ല രസമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. നല്ല രസമാണ് പൈൻ വാലി കാണാനായിട്ട്. വാഗമൺ പോകുമ്പോൾ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് പൈൻ വാലി. എന്തായാലും പോയി കാണണം, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഈ വെയിലാണ്, അപ്പോൾ നമുക്ക് വേറെ എങ്ങോട്ടും ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരു തങ്ങൾപ്പാറ എന്നൊക്കെ പറഞ്ഞൊരു പാറ ഉണ്ടായിരുന്നു. നമുക്ക് റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണാം ആ പാറയുടെ മീതെയൊക്കെ ആൾക്കാർ നിൽക്കണം. അപ്പോൾ നമ്മൾ ഓർത്ത് ഈ പൊരി വെയിലത്തൊക്കെ ആൾക്കാരിങ്ങനെ ഈ പാറയുടെ മേലെ കയറി നിൽക്കണേ എന്നുള്ളത്. പിന്നെ വാഗമണിൽ തന്നെ കുറേ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് എന്തൊക്കെയോ ഇതിൻ്റെ ഈ പൈൻ വാലിയുടെ അടുത്തൊക്കെ ആയിട്ട്. പക്ഷേ അങ്ങോട്ടൊന്നും ഈ സമയത്ത് പോയിട്ട് കാര്യമില്ല. കാര്യം മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് വെള്ളം ഉണ്ടാവില്ല എന്നാൽ അവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഈ വെയിലല്ലേ, അപ്പോൾ ഈ പാറയുടെ മേളിലൊന്നും കയറണ്ട, എന്നാൽ വാട്ടർഫോൾ വേണ്ട, വേറെ എങ്ങോട്ടെങ്കിലും പോവാം, അല്ലെങ്കിൽ തിരിച്ചു പോവാം എന്നൊക്കെ വിചാരിച്ചു. അന്നേരം പിന്നൊരു ഡെസ്റ്റിനേഷൻ നമ്മൾ വിചാരിച്ചു അഞ്ചുരുളി ടണൽ. അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് അത്യാവശ്യം, എന്നാലും അതൊന്ന് കാണാൻ പോവാമെന്നിങ്ങനെ വിചാരിച്ചു. എന്തായാലും പോവല്ലേ, എന്തായാലും ഇറങ്ങിയല്ലോ, എന്നാൽ പിന്നെ ഒന്ന് അതും കൂടി കണ്ടേക്കാം, കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അഞ്ചുരുളി ടണൽ കാണാനായിട്ട് യാത്ര തിരിച്ചു. അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. കാര്യം അത് വേറെ റൂട്ട് തന്നെയാണ്. അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അഞ്ചുരുളി ടണലിൽ ലക്ഷ്യമാക്കി പോയി. ഇതും പോണ വഴിയെല്ലാം നമുക്കിതുപോലെ ഒരു ഹിൽ സ്റ്റേഷനാണല്ലോ എല്ലാം, അതുകൊണ്ട് നമുക്ക് ഇത് തന്നെയാണ് വ്യൂസ്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം അഞ്ചുരുളിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ഉച്ചക്കലത്തെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു വണ്ടി അവിടെ ഒതുക്കിയിട്ട്. പിന്നെ അഞ്ചുരുളി ടണലിലേക്ക് കാണണമെങ്കിൽ ഇതുപോലെ താഴേക്ക് ഇറങ്ങണം. താഴേക്ക് പോയാലാണ് ടണൽ. പിന്നെ അവിടെ ആൾക്കാരൊക്കെ കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തോർത്തൊക്കെ ആയിട്ടാണ് പോയത്. കുളിക്കാനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ കുളിക്കാമല്ലോ എന്നോർത്ത്, പിള്ളേരൊക്കെ കുളിപ്പിക്കാമല്ലോ എന്നോർത്ത് അവിടെ ഇതുപോലെ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ചേച്ചിയും പിള്ളേരും ഒക്കെ അതിനകത്തിരുന്ന് ആടി. പിന്നെ താഴേക്ക് ഇതുപോലെ ഇറങ്ങണം. ഒരുപാടൊന്നും ഇറങ്ങണ്ട. താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇടുക്കി റിസർവോയറാണിത്. അതാണ് വെള്ളം ഇങ്ങനെ കിടക്കുന്നത്, റിസർവോയറിൻ്റെ വെള്ളമാണിത്. അപ്പോൾ ഇതിനകത്തേക്ക് അഞ്ചുരുളി ടണൽ എന്ന് പറയുന്ന ഒരു 5 കിലോമീറ്ററോളം നീളമുള്ളൊരു ടണലാണ്. ഏതൊരു ഡാമിൽ നിന്ന് ഈ റിസർവോയറിലേക്ക് വെള്ളം വരുന്നൊരു ടണലാണ് എപ്പോഴും ഉണ്ടാക്കിയ. അത് കാണാനാണ് വന്നത്. പക്ഷേ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. ഇതുണ്ട്, ഒരു കൈവരിയോ ഒന്നുമില്ല, നേരെ വീണ റിസർവോയർ കിടക്കും. ഭയങ്കര സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. പിന്നെ കല്ലൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ്, കാല് വെക്കണിടത്തൊക്കെ തെന്നുമാണ്. അപ്പോൾ സൂക്ഷിച്ചൊരു കൈവരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിള്ളേരെ കൊണ്ടൊക്കെ ആ ഭാഗത്തൂടെ പോകാൻ ഭയങ്കര പേടിയാണ്. പതുക്കെ പിടിച്ച് പോയി. പിന്നെ ആൾക്കാരൊക്കെ ഇതുപോലെ പിടിച്ച് ഇങ്ങനെ ഇറങ്ങുവാണ്. കാര്യം കല്ലൊക്കെ നല്ല സ്ലിപ്പാവുന്നുണ്ട്. ഇതാണ് ടണൽ. ടണലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി പോവാം. ടണലിൻ്റെ ഉള്ളിൽ പോയിട്ട് ഭയങ്കര ഗുഹ പോലെയാണ്. അതിൽ കൂടെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അതും കുഴി പോലെയാണ്. നല്ല സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്. ഈ പെണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ അനുസരിക്കില്ല. വെള്ളമൊക്കെ കണ്ട എല്ലാത്തിനും ഭ്രാന്താണ് പിള്ളേർക്ക്. പക്ഷേ കാല് നന്നായിട്ട് തെന്നണോണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ ഇറങ്ങാനും. പിന്നെ ഇടുക്കി റിസർവോയർ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ കണ്ണെത്താ ദൂരത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി നമ്മൾ ചെല്ലുമ്പോൾ വെള്ളം അത്രയ്ക്കൊന്നും ഇല്ല, ഈ ഒരു രീതിയിൽ ലെവലിലേ വെള്ളമുള്ളൂ. അപ്പോൾ പിള്ളേർക്കൊക്കെ അത്ര ഡേഞ്ചർ അല്ല ഇറങ്ങാനായിട്ട്. പക്ഷേ ഞങ്ങൾ തിരിച്ചിറങ്ങാറായപ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ അളവ് കൂടി കേട്ടോ. കാര്യം ഈ ടണൽ വഴി തന്നെ വെള്ളം അളവ് നന്നായിട്ട് കൂടി. അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കരുത്, കുറച്ച് ഡേഞ്ചറാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വെള്ളം കയറി വരും എന്നൊക്കെ. എന്നാലും ആൾക്കാരൊക്കെ ടണലിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി അതിൻ്റെ ഉള്ളിൽ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി കൂവി എക്കോ ഒക്കെ വരുത്തുന്നുണ്ട്. പിള്ളേർ പിന്നെ വെള്ളത്തിൽ അവിടെ വരെ കൊണ്ടുപോയി ടണലിൻ്റെ ഉള്ളിൽ കയറ്റി കാണിച്ച ശേഷം പുറത്ത് കൊണ്ടുവന്നിട്ട് ആ വെള്ളത്തിലിരുത്തി അവിടെ ഇരുത്തി കുളിക്കാനായിട്ട് കുളിച്ചോട്ടയിൽ നിർത്തി അവിടെ ഇരുത്തി കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇടുക്കി കട്ടപ്പന ആ റൂട്ടിലാണ് വന്നത്. തിരിച്ച് പോണ വഴിക്ക് അവിടെ എത്തിയപ്പോഴാണ് കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് നമുക്ക് അവിടെ കയറാം, നല്ല വ്യൂ ആണെന്ന്. അങ്ങനെ ഞങ്ങൾ കാൽവരി മൗണ്ടിൽ വണ്ടി ഇട്ടിട്ട് കയറി. ഇവിടെ കുറച്ച് കളിക്കുന്ന സ്ഥാനങ്ങളൊക്കെ ഈ തുടക്കത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നിന്ന് വ്യൂ പോയിൻ്റ് കാണാനായിട്ട് ചെന്നു.
എൻ്റെ പൊന്നോ, അവിടെ കയറിയത് നന്നായി എന്ന് തോന്നിയ വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ. സൂപ്പറാണ്. മലകൾ നമ്മൾ ഈ പടം വരച്ച് വെച്ചേക്കില്ലേ, അതേപോലെയാണ്. പല ഷെയ്ഡിലാണ് കുറേ മലകൾ. എന്നിട്ട് വെള്ളം ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. ഈ റിസർവോയറിൽ വെള്ളം ഇങ്ങനെ ഒരനക്കമില്ലാണ്ട് കിടക്കുക. പടം വരച്ച് വെച്ച ഒരു പെയിൻറ്റിങ് കാണുന്ന ഒരു പ്രതീതിയായിരുന്നു. പിന്നെ അടിപൊളി കാറ്റും. നമുക്ക് താഴേക്കൊക്കെ ഇറങ്ങി നിന്ന് നോക്കുകയൊക്കെ ചെയ്യും, പക്ഷെ നല്ല കാറ്റ്. പിന്നെ കുറച്ച് ഡേഞ്ചറാണ്. പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഇതുങ്ങളൊന്നും പിടിച്ചാൽ കിട്ടില്ല. എല്ലാം കല്ലിങ്ങനെ ഉരുളൻ കല്ലുകളാണ്, കാല് സ്ലിപ്പായി പോകും. താഴേക്ക് പോയാൽ പിന്നെ പറയണ്ടല്ലോ. പക്ഷെ അവിടെ നിന്ന് ഇതിങ്ങനെ കാണാൻ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള കാഴ്ചയാണ്. നമ്മൾ നിന്ന് കണ്ടു പോവും. അതേപോലത്തെ അടിപൊളി ഒരു വ്യൂ ആണ്. ഭയങ്കര സീനറിയാണ്. നമ്മൾ ഈ പടങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ മലകളിങ്ങനെ നിൽക്കണ കാണാൻ നല്ല രസമാണ്. ഈ ആകാശമൊക്കെ, ഈ മേഘങ്ങളൊക്കെ ഇറങ്ങി വന്ന് മലകളിൽ മുട്ടി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല കാറ്റാണ് അവിടെ. കുറേ നേരം അവിടെ നിന്നു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ ആ റൂട്ട് പിടിച്ച് പോകാമെന്നാണ് വിചാരിച്ചേക്കണേ. ഇന്നത്തെ ഒരു ട്രിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫാമിലി ട്രിപ്പായിരുന്നു, 1 ഡേ ട്രിപ്പായിരുന്നു. അതിന് വലിയ പ്രോപ്പർ ഡെസ്റ്റിനേഷനൊന്നും ഇല്ലാതെ, വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോയതാണ്. പക്ഷേ അടിപൊളിയായിരുന്നു. വെർത്തായിരുന്നു പോയത്. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമായിരുന്നു എന്ന് തോന്നിപ്പോയി എല്ലായിടത്തും. ഈ കണ്ട സ്ഥലങ്ങളിലെല്ലാം കുറച്ച് നേരത്തെ വെളുപ്പാൻ കാലത്തെ വന്ന് ഒരു മഞ്ഞുമൊക്കെ ഉള്ളൊരു സീസണിൽ മാറ്റണം എന്ന് തോന്നിപ്പോയി. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ഇവിടെ നിന്ന് പുറപ്പെടുവാണ്. വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.